ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ട ജീവിച്ചത്. ഒരു പെണ്ണ് വിചാരിച്ചാ മതി വാദി ചിലപ്പോ പ്രതിയായെന്നിരിക്കും. ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പക്ഷെ നിങ്ങൾ എല്ലാരും എന്നെ വെടി തവിടിക്കുന്നത്. നിലാവുണ്ടെന്ന് കരുതി വെളുക്കോളം മോട്ടിക്കരുത്. വല്ലപ്പോഴും അല്ലേ നിലാവ് കിട്ടു, അപ്പൊ മോട്ടിക്കാവുന്നിടത്തോളം മോട്ടിക്കും. എനിക്ക് ലൈംഗിക അതിക്രമങ്ങൾ ബസ്സിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്റെ ഒരാൾ ഇവിടെ പ്രൈവറ്റ് പാർട്ടി കയറി പിടിച്ചിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയി. കല്യാണം കഴിഞ്ഞാൽ അങ്ങോട്ട് വളരെ നല്ല സമയമാണ് എംബ്രാന്തിരി ഗണിച്ചു പറഞ്ഞത്. അതിന് ഇടയ്ക്ക് ഞാൻ എന്റെ ബന്ധു വീട്ടിൽ പോയി. ഞാനും എന്റെ അമ്മയും കൂടെ ബന്ധു വീട്ടിൽ പോയി. അപ്പൊ ഒരാൾ ബ്രസ്റ്റ് കയറി പിടിച്ചിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. പെണ്ണുങ്ങളോട് ഇങ്ങനെ ആക്രാന്തവും ആവേശവും അധികം കാണിക്കരുത്. മുൻപരിചയമില്ലല്ലേ? ഈ ഒരു വിഷയത്തിൽ അങ്ങയുടെ അത്രയും മുൻപരിചയമുള്ള ആരെങ്കിലും ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ടോ സ്വാമിയെ? ഒരാള് ബസ്സിൽ വന്നിട്ട് അടുത്തൊരു സീറ്റ് ഉണ്ട്, വാ മോളെ ഇരിക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ കയറിട്ട് അയാൾ എന്റെ കുറേ നേരം സംസാരിച്ചു. അയാൾ ഇറങ്ങുന്നവരെ അയാൾ സംസാരിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് ഇങ്ങനെ ഇപ്പുറത്തുനിന്നാ ഇവിടെ ഞാൻ ഇറങ്ങി പോകുമ്പോൾ അയാൾ ഓൺ ദ സ്പോട്ട് ചന്തി പിടിച്ചു. ഓ എന്റെ കർത്താവേ, പഞ്ചാരക്കൂനയുടെ നടുവിൽ അകപ്പെട്ട ഉറുമ്പിന്റേത് പോലെ ആയല്ലോ എന്റെ അവസ്ഥ. എവിടെ മുതൽ നക്കി തുടങ്ങണമെന്ന് ഒരു പിടിയില്ലേ. വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് ജീവിക്കുക എനിക്ക്. ചുണ്ടോളം കൊണ്ടുവന്ന മുട്ട ബിരിയാണി നീ തട്ടി തെറിപ്പിച്ച് കളഞ്ഞല്ലോ കർത്താവേ. ഈ പഴയ ഫുഡ് വന്നിട്ടുണ്ട്. ഇത് മോശമായിട്ട് പോവാത്ത ഒരു സ്ത്രീയെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ എന്നോട് ദേഷ്യം വിചാരിച്ചു അങ്ങനെയൊന്നും പറയരുത്. അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയരുത്. എന്നെ ഇതിനകത്തോണ്ട് ചാടിച്ച നീയല്ലേ. എന്നിട്ടിപ്പോ